ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെള്ളത്തണ്ട് വ്ളോഗ്സ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ ബേപ്പൂർ പോയ ചില നിമിഷങ്ങളാണ് കാണിക്കുന്നത്. ഈ നിമിഷങ്ങൾക്കൊക്കെ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് എൻ്റെ ലൈഫിൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഒരു കൊറോണ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊരു യാത്ര എന്നുള്ളത് ചിന്തയിലേ ഇല്ലായിരുന്നു. എന്നാലൊരു വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ പോയേനെ, ഇടുക്കി വരെ. പക്ഷേ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ട്. കൊറോണ ഒക്കെ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കൂടെ പിറക്കുന്ന ഒരു പുതിയ അമ്മയും കൂടിയാണ്. ഓരോ അമ്മമാരും അവരെക്കാൾ ശ്രദ്ധ കൊടുത്തുന്നത് അവരെ കുഞ്ഞിനായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ അമ്മമാരുടെ അടുത്താണല്ലോ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ ഓരോ അമ്മമാർ കടന്നു പോയിട്ടുണ്ടാവും. ചിലർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോ അമ്മമാർക്കും അതിനെപ്പറ്റി നല്ല അവയർനെസ് ഉണ്ട്. എങ്കിൽ പോലും അവർക്ക് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ടൈമിൽ എനിക്കും ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആരോടൊന്നും ഷെയർ ചെയ്യുക അറിയില്ല. എന്തായാലും ദൈവം സഹായിച്ചിട്ട് എനിക്ക് 2 പേരോട് ഇത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരോട്. പക്ഷേ ഏട്ടനോട് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളും ഉണ്ട്. അതിനൊന്നും പരാതികളില്ല, നന്ദി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ മെൻ്റലി ഓക്കെ ആവണം. മെൻ്റലി ഓക്കെ ആയാലേ നമ്മൾ ഫിസിക്കലി ഓക്കെ ആവുള്ളൂ. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് അമ്മയുടെ മാത്രമല്ല, അവരുടെ ചുറ്റിനുള്ള ആൾക്കാരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ കൂടുതൽ ആൾക്കാർ കുഞ്ഞിന് ഓക്കെ ആണോ, കുഞ്ഞിന് സുഖമാണോ, കുഞ്ഞിന് പാല് കൊടുത്തോ, അമ്മ എന്തെങ്കിലും കഴിച്ചോ, അമ്മ കിടന്നോ, അമ്മ ഇരുന്നോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള ഒരു സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ തോന്നുക സ്വയം ഇല്ലാതാവാനും കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെ തോന്നുന്നത്. എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിനെ പറ്റി. പക്ഷേ എനിക്കിത് ഇവിടെ പറയണം തോന്നി. കുറ്റപ്പെടുത്തലല്ല, അതിനേക്കാൾ മനോഹരം ചേർത്ത് പിടിക്കലാണ്. ഒരു കുട്ടി ഉണ്ടായി ഫസ്റ്റ് തന്നെ ചോദിക്കുക ആണോ പെണ്ണോ, പിന്നെ അതിൻ്റെ നിറം, തടി, തൂക്കം, മുഖം ഒക്കെ ചോദിക്കും. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്നതല്ലല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ. എന്നാലും കുട്ടി തടി ഇല്ലാതായാൽ, തടി കൂടിയാൽ ഒക്കെ പ്രശ്നമാണ് ആൾക്കാർക്ക്. മറ്റുള്ളവരുടെ പ്രശ്നത്തെ പറ്റി ഇപ്പം ഞാനിവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ നന്നായിട്ട് അംഗീകരിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ ഏറെ നമ്മുടെ സമാധാനത്തിനാണ് വില കൊടുക്കേണ്ടത്. കാരണം അവരുടെ അഭിപ്രായങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറി 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 വരും. പക്ഷേ ടൈമും സമാധാനം പോകുന്നതൊക്കെ നമ്മളുടേതായിരിക്കും. എന്തായാലും ഒരു കുട്ടിയുടെ വളർച്ചയിൽ കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് ഒരു അമ്മയ്ക്കാണ്. നല്ലതായാലും നല്ലതല്ലാത്തതായാലും. അങ്ങനെയൊക്കെയാണ് അമ്മമാർ മെൻ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഒരമ്മ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സമയവും ഇഷ്ടങ്ങളൊക്കെ പോയോണ്ടേയിരിക്കും. പക്ഷേ ഒന്ന് മാത്രം നഷ്ടപ്പെടില്ല, നമ്മുടെ സ്വപ്നങ്ങൾ. കാരണം ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ സ്വപ്നത്തെ പറ്റി ആലോചിക്കും. അങ്ങനെയുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇതേപോലെ കണ്ടൻറ് ക്രിയേഷൻ. 3 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തുടങ്ങാൻ പറ്റിയത്. ഇപ്പോഴെങ്കിലും ഞാൻ തുടങ്ങാനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് ആകെ ഒരു കുഞ്ഞല്ലുള്ളൂ, അതിനെങ്ങനെ കുറ്റം പറയണമെന്ന്. അതൊരു സത്യം മാത്രമാണ്. നമ്മൾ ഇല്ലായ്മകളും കുറ്റങ്ങളും മാത്രമേ കാണുള്ളൂ. അതിലപ്പുറം ഉള്ളതെന്താണോ അതിന് നന്ദി പറഞ്ഞ് അതിന് നമ്മൾ ശ്രദ്ധിക്കില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായതിലൂടെ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്, ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ നേരെ മറിച്ച് അവനുള്ളത് കൊണ്ട് എനിക്കിതൊന്നും പറ്റുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഒന്ന് ശ്രമിച്ചു പോലും നോക്കാതിരിക്കുന്നത് നമ്മുടെ മാത്രം തെറ്റാണ്. അതിനൊരിക്കലും ഒരു കാരണം നമ്മുടെ കുഞ്ഞോ നമ്മുടെ ഭർത്താവോ നമ്മുടെ സാഹചര്യങ്ങളല്ല, അത് നമ്മുടെ മാത്രം തെറ്റാണ്. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോകും ചിലപ്പോൾ. എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ട് എനിക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നമ്മൾ ഈ ജന്മം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതിന് മറിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും നമ്മുടെ ലൈഫിൽ. നമ്മളെപ്പറ്റി ഏറ്റവും നന്നായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ എല്ലാം മനോഹരമാവും. താങ്ക് യു.